കാരണം അവരന്നേരം ഭയങ്കരമായ പാച്ചില, അങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ട് വാങ്ങി. അതുകൊണ്ട് തന്നെയാണ് പരസ്പരം സ്നേഹവും ഐക്യവും ഇല്ലാത്തതിന്റെ കാരണം. നാട്ടുകാർ പങ്കെടുക്കും, മുത്തല്ലിമീങ്ങൾ പങ്കെടുക്കും, എല്ലാവരും പങ്കെടുക്കും. കമ്മിറ്റി അതിലെ സംഘാടകർ പങ്കെടുക്കൂല. പല സ്ഥലത്തും കാണുന്നതാണ്. ഏതുപോലെ ഒരു വീട്ടിൽ ഒരു മൗലീദിന് ക്ഷണിച്ചു, വീട് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു, അല്ലെങ്കിൽ ഒരു കുത്തുബിയത്തിന് ക്ഷണിച്ചു, അല്ലെങ്കിൽ ഒരു സലാത്ത് മജ്ലിസിന് ക്ഷണിച്ചു, അല്ലെങ്കിൽ ഒരു മജ്ലിസ് നൂറിനെ അല്ലെങ്കിൽ ബദ്രിയക്ക് ക്ഷണിച്ചു. അവിടെ പരിപാടി ആ വീട്ടുകാരനോ വീടുമായി ബന്ധപ്പെട്ടവരോ അതിൽ പങ്കെടുക്കൂല. എന്നിട്ടോ മുകളിലേക്ക് അങ്ങനെ കയറ്റിവിടും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ചെല്ലും. താഴെ അടിയിൽ നിന്ന് കുറെ ആളുകൾ വർത്താനം പറച്ചില് തന്നെ, സംസാരം അല്ലേ, എന്തൊരു ഒച്ചയിൽ സംസാരം. അത് സ്ത്രീകളും കുട്ടികളും എല്ലാവരെയും വിചാരത്തിൽ ഞങ്ങൾക്ക് ബാധകല്ല. അല്ലെങ്കിൽ മുകളിൽ നിന്ന് ചെല്ലുമ്പോൾ താഴത്ത് പുറത്ത് മുറ്റത്ത് കസാലിട്ടിട്ട് വർത്താനം പറയാം. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, ഈ ഉസ്താദുമാരും ഈ പാവപ്പെട്ട ഉമറാക്കളും പരിപാടിയൊക്കെ കഴിഞ്ഞ് ദ്വാരം വരുമ്പോൾ ഈ വർത്താനം പറഞ്ഞ ആളുകൾ ഭക്ഷണം കഴിക്കണം. ഉസ്താദുമാര് പിന്നെ വരെ എഴുന്നേൽക്കണം ഭക്ഷണം കഴിക്കണമെങ്കിൽ. എത്രയോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളാ പറയുന്നത്. അതൊന്നും പാടില്ല മക്കളെ, അതൊന്നും പാടില്ല. നമ്മുടെ എന്റെ വീട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞാൻ അതിൽ പരിപൂർണമായി ഇരിക്കണം. നിങ്ങളുടെ വീട്ടിലും ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരു മജ്ലിസ്, മരിച്ച വാപ്പാന്റെ ആണ്ട് അല്ലെങ്കിൽ ഉമ്മാന്റെ ആണ്ട് അല്ലെങ്കിൽ ഉമ്മാന്റെ പേരിൽ ദുആ മജ്ലിസ് സംഘടിപ്പിക്കുമ്പോ നമ്മൾ അതിൽ ഇരിക്കണം. നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ വാപ്പയല്ലേ. നമ്മുടെ വീട് ഉദ്ഘാടനത്തിന് നമ്മൾ അവിടെ നിർബന്ധമായിട്ടിരിക്കണം. നമ്മളാണ്. ഇവരൊക്കെ അങ്ങോട്ട് പോകും, നാളെ പോകും. പിന്നെ നമ്മളും ഭാര്യയും മക്കളുമാണ് വീട്ടിലുണ്ടാക്കുക. നമുക്ക് ബർക്കത്ത് കിട്ടണമെങ്കിൽ ഈ ബദ്രീങ്ങളുടെ മൗലൂദ് ചൊല്ലി ദുആ ചെയ്യുമ്പോ നമ്മളും ആമീൻ പറയണം, നമ്മളും ആ ദുആയിൽ പങ്കെടുക്കണം. സംഘാടകരോട് പറയാനുള്ളത്, നിങ്ങൾ ഭക്ഷണം പാക്ക് ചെയ്യുന്നു ഒക്കെ നല്ലത് തന്നെ, വലിയ നല്ല പുണ്യമുള്ള അൽഹംദുലില്ലാഹ് വളണ്ടിയർമാർ തന്നെയാണ്. എങ്കിലും നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം പാക്ക് ചെയ്യുമ്പോ, ഭക്ഷണം കവറിലാക്കുമ്പോ വെറുതെ സംസാരിക്കാതെ നിങ്ങൾ അരികത്തേക്ക് ഈ ദുആന്റെ ശബ്ദം കേൾക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് കൂട്ടമായി ആമീൻ പറയാലോ. നാവ് കൊണ്ടല്ലേ ആമീൻ പറയുന്നത്, ചുണ്ടുകൊണ്ടല്ലേ ആമീൻ പറയുന്നത്, പിന്നെന്തിനാ നിങ്ങൾ സംസാരിക്കുന്നത്? അതുകൊണ്ട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇതിലൊക്കെ പങ്കെടുക്കണം. ഈ ഭക്ഷണം ഉണ്ടാക്കലും കൊടുക്കലും അല്ല, അത് പുണ്യം തന്നെയാണ്, അതല്ല പ്രധാനം. ഇവരെ തവസ്സുലാക്കി, ഇവരെ വിളിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ, നമ്മുടെ മഹല്ലത്തിന്റെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ വ്യക്തിപരമായും കുടുംബപരമായും ശാരീരികമായും ഒക്കെയുള്ള പ്രശ്നങ്ങൾ, ഉമ്മത്തിന് മൊത്തമായുമുള്ള പ്രശ്നങ്ങൾ രാജാവായ റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കാനാണ് ഇത്തരം മജ്ലിസുകൾ നാം സംഘടിപ്പിക്കുന്നതും. ഇനി അടുത്ത കൊല്ലമാവണ്ടേ ബദ്രീങ്ങൾ ആണ്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഉണ്ടാകുമോ പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ നാം സഹായിച്ചു, നിങ്ങളെ നാം ബഹുമാനിച്ചു. അല്ലേ, 313 ആളുകൾ, 1000 പരം വരുന്ന ആളുകളോട്, 1000ഓളം വരുന്ന ആളുകളോട്, എല്ലാ പടക്കോപ്പുകളും എല്ലാ യുദ്ധ സാമഗ്രികളുമുള്ള ആളുകളോട് യുദ്ധം ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായതുകൊണ്ടല്ലേ ബദറിൽ നമ്മൾ ജയിക്കാനുണ്ടായ കാരണം, മുസ്ലിം ഉമ്മത്തിന്റെ അതേ വിജയം കാണാനുള്ള കാരണം. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി, നന്ദിയുള്ളവരാകാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സഹായിച്ചത് എന്ന്. പരിശുദ്ധ ഖുർആനിലൂടെ ആൽ ഇംറാനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, മലക്കുകളെ ഇറക്കി അല്ലാഹു തആല നമ്മെ സഹായിച്ചു. അല്ലേ, ഖുർആനല്ലേ സാക്ഷി, ഖുർആൻ സാക്ഷിയല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നാം അല്ലാഹുവിനെ ഓർക്കുക. ഈ പരിശുദ്ധമായ ബദർ ദിനത്തിൽ ഒരു 313 ഫാത്തിഹ എങ്കിലും, ഒരു 313 സൂറത്തുൽ ഇഖ്ലാസ് എങ്കിലും എന്റെ പ്രസംഗം കേൾക്കുന്ന മുസ്ലിം ഉമ്മത്ത് മുഅ്മിനീങ്ങൾ ചെല്ലണമെന്ന് അറിയിക്കുന്നു. നാം വെറും അവരുടെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കൽ മാത്രമല്ല, അവർക്ക് നമ്മുടെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ആ ഗിഫ്റ്റ് ആവട്ടെ നമ്മുടെ ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും. അങ്ങനെ ആകുമ്പോൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, ബറകാതുഹും വഅതാതുഹും വസമാഅതു തതറാബ മിന്നതുഹും തുലീഹു വതൽഹറു അസ്മാഉഹും കഹഫൽ വറ വസലാമതു മിൻ കുല്ലി ദാഖിയത്തിൻ വമിമ്മാ യഖ്ദുറു. പ്രയാസത്തിൽ നിന്നും ആപത്തിൽ നിന്നും രക്ഷയാണ്. മിൻ കുല്ലി ദാഖിയത്തിൻ വമിമ്മാ യഖ്ദുറു, എന്ത് അവരുടെ പേരുകൾ
ബദരീങ്ങളുടെ പേര് ഒരാൾ പറഞ്ഞാൽ, ഒരാൾ ദിവസവും പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് പറഞ്ഞാൽ, അവന്റെ ജീവിതത്തിൽ പറഞ്ഞാൽ, കഹഫുൽ വറാ വസലാമത്ത്, ജനങ്ങൾക്ക് അഭയസ്ഥാനവും സുബ്ഹാനല്ലാഹ് രക്ഷയുമാണ് അവരുടെ പേരുകൾ. കമ്മിൻ ഖവാരിഖി അഹദത്തിൻ വഅജായിബ്, എന്തെല്ലാം നേട്ടങ്ങൾ, എന്തെല്ലാം അത്ഭുതങ്ങൾ. കമ്മിൻ ഖവാരിഖി അഹദത്തിൻ വഅജായിബ്, എന്തെല്ലാം നേട്ടങ്ങൾ, എന്തെല്ലാം അത്ഭുതങ്ങൾ. അവരുടെ പേരുകൾ പറയുന്നവർക്ക് കിട്ടിയിട്ടുണ്ട്, കിട്ടുന്നുണ്ട്, കിട്ടുമെന്നുള്ള തെളിവല്ലേ. നബിതങ്ങളെ മദീനയിലേക്ക് ചെല്ലുമ്പോൾ അതാ നബിതങ്ങളെ പറ്റി, ബദരീങ്ങളെ പറ്റി മദ്ഹ് പാടുകയാണ്. അവിടുത്തെ കുട്ടികള് കൈമുട്ടി പാടുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹിനെ കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാൻ തുടങ്ങി. മർഹബ 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 റസൂലുള്ളാഹ്, മർഹബ 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 നബി അല്ലാഹ്, മർഹബ 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 റസൂലുള്ളാഹ് എന്ന് പറയുന്നതാ. റസൂലുള്ളാഹിക്ക് വെൽക്കം പറഞ്ഞു, റസൂലുള്ളാഹിക്ക് സ്വാഗതം പറഞ്ഞു. അവര് പാട്ട് പാടിയപ്പോൾ നബിതങ്ങൾ പാടിക്കോളൂ പാടിക്കോളൂ എന്ന് ആവേശം പറഞ്ഞില്ല. നിർത്തു മക്കളെ, നിർത്തു മക്കളെ, നിങ്ങൾ ഇതുവരെ പാടിയത് ആരെ പറ്റിയാണ്? ബദരീങ്ങളെ പറ്റിയല്ലേ, ബദരീങ്ങളെ പറ്റിയല്ലേ. ആ ബദരീങ്ങളെ പാട്ട് തന്നെ പാടൂ, അവരെ മദ്ഹ് തന്നെ പാടൂ, അവരെ മദ്ഹ് തന്നെ പാടൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ആവേശം പകർന്നില്ലേ നബിതങ്ങൾ. നബിതങ്ങൾ പറയുന്നു, ബദരീങ്ങൾക്കുള്ള പവർ ലോകത്ത് ആർക്കുമില്ല, ആർക്കുമില്ല. അതല്ലേ കമ്മിൻ ഖവാരിഖി അഹദത്തിൻ വഅജായിബ് മിൻ ദിക്രിഹിം തജീഉ വതസ്തുറു. അവരുടെ പേരുകൾ പറയുന്നവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ്, എന്തെല്ലാം അത്ഭുതങ്ങളാണ്. സുബ്ഹാനല്ലാഹ് യാ ദാകിരി അസ്മാഇഹിം വസറാഇഹിം ഫുസ്തും ബിഖൈറത്തിൻ വനിഅമിൻ തസ്റു. അവരുടെ നാമങ്ങൾ പറയുകയോ സുബ്ഹാനല്ലാഹ് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവരെ, യാ ദാകിരി അസ്മാഇഹിം വസറാഇഹിം, അവരുടെ പേരുകൾ പറയുന്നവരെ, അവരുടെ മദ്ഹ് പറയുന്നവരെ, ഫുസ്തും ബിഖൈറത്തിൻ വനിഅമിൻ തസ്റു, നിങ്ങൾ ഉന്നതിയിലും അനുഗ്രഹങ്ങളിലും വിജയിച്ചിരിക്കുന്നു. ബദരീങ്ങളുടെ പേര് പറയുന്നവർ, അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ സുബ്ഹാനല്ലാഹ് ഉന്നതിയിലെത്തിയിരിക്കുന്നു, ഉന്നതിയിലെത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്ക് ബദരീങ്ങളുടെ പേര്. ഇതിനെ പോരയില്ല മതിലുകൾ പൊട്ടലും തെയ്യുകൾ കത്തലും മറ്റും ഫിത്നാവറിവില്ലായെന്നോവർ. ബദരീങ്ങളുടെ പേര് ഒരാൾ എഴുതിയിട്ട് വീട്ടിൽ വെച്ചാൽ അതേ ഒരു ആഫത്തും വീട്ടിലേക്ക് വരില്ല. ബദരീങ്ങളെ പേരിനെ ഓതുന്ന ലോകർക്ക് ബദനിൽ വബാഗല്ലായെന്നോവർ. ബദരീങ്ങളുടെ പേര് ആരെങ്കിലും ഉരുവിടുന്നുണ്ടെങ്കിൽ അവർക്കൊരു മുസീബത്തും വരൂല, ഒരു മാരകമാകുന്ന രോഗങ്ങളും വരൂല. ഇല്ലാ മുതലും ലഞ്ഞവനോ ദോഗൽ എന്നും പ്രയാസത്തിലാണ്, കടത്തിലാണ്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, എവിടെ പോയാലും രക്ഷയില്ല. അതേ ബദരീങ്ങളെ പേര് പറഞ്ഞ് രാജാതിരാജാവായ ജഗനിയന്താവായ ജഗദീശ്വരനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ബദരീങ്ങളെ വിളിച്ച് ചോദിച്ചാൽ അല്ലാഹുവേ ഈ നശ്വരമാകുന്ന ദുനിയാവിൽ ഭൂലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പടപ്പുകൾ ആരാ? ആ ബദരീങ്ങളെ കൊണ്ട് വിഷമങ്ങൾ തീർത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലൽ മികന്തേക്കടത്തിലകപ്പെട്ടോൻ അസ്മാഉരത്താൽ കടമ്പിടും എന്നോവർ. ഏറ്റവും വലിയ
കടത്തിലകപ്പെട്ടിക്കണോ? മനുഷ്യ, നീ കടത്തിലകപ്പെട്ട് നെട്ടോട്ടമോടുന്നതിന് പകരം നീ അസ്മാഉൽ ബദർ നിന്റെ ഭാര്യയോട് നിന്റെ മക്കളോട് നീയൊക്കെ അസ്മാഉൽ ബദർ ചൊല്ല. വീട്ടിൽ നിന്ന് അല്ലാഹു തആല വഴി തുറന്നു തരും കേട്ടോ. ഹലാലായ വഴി തുറന്നു തരും. എല്ലാ മുറാദും നാമത്താൽ തേടുകൻ ഇറയവൻ വീട്ടേക്കോ മാതം. എന്ത് മുറാദുണ്ടോ, എന്ത് മുറാദുണ്ടോ, എന്ത് ഉദ്ദേശമുണ്ടോ, ബദരീങ്ങളെ വിളിച്ചോ. എന്നിട്ട് റബ്ബിനോട് പറഞ്ഞോ. ബദരീങ്ങളെ കാരണം കൊണ്ട് റബ്ബ് വെട്ടിത്തരും. യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട്